ഹലോ ഗൈസ്, ബോട്ട് ഇറങ്ങിയിട്ട് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ ആ വീഡിയോ ഞാൻ വളരെ വൈകിട്ടാണെങ്കിലും ഇടുവാണ് ഗൈസ്. അപ്പോൾ ഒരു ഫുൾ ഡേ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു പ്രഭാതത്തോടു കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ എടുത്ത വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവർ വന്നിട്ടുണ്ട്. ഇന്ന് ഇനോഗ്രേഷൻ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട്. കുടു കിടക്കുമായിരുന്നു. അപ്പോൾ കുടുവിന് ഉറക്കത്തിൽ നിന്ന് എണീച്ച് ആമീനെ വരവേൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുടുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുടു കഴിക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് ഞാൻ ഇങ്ങനെ വേവിച്ച് ഉടച്ച് കൊടുത്തതാണ്. ആൾക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ആൾക്ക് ഞാൻ മിക്കപ്പോഴും ക്യാരറ്റ് തന്നെയാണ് രാവിലെ കൊടുക്കാറ്. ക്യാരറ്റ് മാത്രമല്ല കേട്ടോ, പഞ്ഞപ്പുല്ലും അതുപോലെ തന്നെ കണ്ണങ്കായപ്പൊടിയും ഇതൊക്കെ കൊടുക്കാറുണ്ട്. മാറിയാണ് കൊടുക്കുന്നത്. പിന്നെ രാവിലെ ഇഡലി, ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് ആൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അമ്മ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നമ്മളിതാ പതിവ് പ്രാർത്ഥനയ്ക്കാണ്. ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥനയ്ക്കാണല്ലോ. അപ്പോൾ ഗണപതിക്കുള്ള നേദ്യം എല്ലാം വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് നമ്മുടെ ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള ഒത്തിരി ആൾക്കാരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി പൂജിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ രാവിലെ തന്നെ ഞാൻ കുളിപ്പിച്ചത് കുറിയൊക്കെ തൊട്ടിട്ട് നമ്മൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ആൾക്ക് പിന്നെ എവിടെയും പോകുന്നതൊക്കെ ഇഷ്ടമാണ്. കാരണം വേറെ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ആള് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി ഉണ്ണിച്ചേട്ടൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിതാ നേരെ ഓങ്കാളി അമ്പലത്തിലാണ് ഫസ്റ്റ് പൂജിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വൈകിട്ട് ചിലപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്തുമായിരിക്കും. നമ്മൾ ഒത്തിരി ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല, റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോവാണ്. ബലൂണും കാര്യങ്ങളൊന്നും നമ്മൾ വീർപ്പിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ കുറച്ച് റൗണ്ടൊക്കെ അടിക്കാൻ വേണ്ടി പോകണം. നമുക്ക് ഭയങ്കര തിരക്ക് പിടിച്ചുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബലൂണൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. കുറച്ച് വീർപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കെട്ടാനുള്ള, കാരണം രാവിലെ ആണല്ലോ. മിക്കപ്പോഴും ഞാൻ ഹരിയാണയ്ക്കാണ് ഈ പരിപാടി ചെയ്യാറ്. കൂടുതലുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കലാപരിപാടികളുടെ ഏർപ്പെടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ അമ്പലത്തിൽ വന്നു. അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കലാപരിപാടിയൊക്കെ ഉണ്ട്. ബലൂണൊക്കെ വീർപ്പിച്ച് കുറച്ച് നമ്മുടെ ബോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ റിബണൊക്കെ വലിച്ച് കെട്ടി. അതല്ലാതെ ബലൂണൊക്കെ സൈഡിലൊക്കെ കെട്ടി വെക്കണം. അപ്പോൾ അത് നമുക്ക് പൂജ കഴിഞ്ഞിട്ട് ആവാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ശാന്തി പൂജിക്കുകയാണ്. ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട്, കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. ഉണ്ണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ സബലമായിട്ടുള്ളത്. ഉണ്ണിച്ചേട്ടൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഹരിയുടെ ആയാലും അച്ചാച്ചി, അമ്മ, ഞങ്ങളെല്ലാവരുടെയും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത് ഒത്തൊരുമയാണ് ഗൈസ്. നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വലിയൊരു കാര്യമാണെങ്കിലും നമ്മൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. അതിലേറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പൂജിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബലൂൺ വീർപ്പിക്കൽ ബാക്കി പരിപാടിയൊക്കെയാണ്. അപ്പോൾ അകത്തൊക്കെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ശാന്തി പോയിട്ടുണ്ട്. നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് സൈഡിലൊക്കെ കെട്ടി ആകെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മാമനും അമ്മച്ചിയമ്മയും മാമൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ലോങ്ങാണ് പണി. അതുപോലെ അമ്മയ്ക്ക് വന്ന ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർ മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. അങ്ങനെ നന്ദുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡേ ആയത് കാരണം നമ്മൾ കുറച്ച് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ വേമ്പനാട്ട് കായലോട്ടാണ് പോകുന്നത് ഗൈസ്. കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട്. ഇവിടെ ഹരിയേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കായലിലേക്കാണ് പോകുന്നത്. വേമ്പനാട്ട് കായലിലേക്കാണ് പോകുന്നത്. നല്ല മഴയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചാണ്. കാരണം നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ണിച്ചേട്ടനാണല്ലോ. നമ്മളിവിടെ എന്ത് പരിപാടി നടത്തിയാലും മഴയാണ് ഗൈസ്, എപ്പോഴും മഴയാണ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു മഴ ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചാലും കുറച്ച് കൂടുതലും മഴയും കാറ്റും ബഹളമൊക്കെ ആയിരുന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് നമ്മൾ പ്രതീക്ഷയിലൊക്കെ കൂടുതൽ കാറ്റുണ്ടായിരുന്നു ഗൈസ്. അങ്ങനത്തെ ചേച്ചിയും നിത്യം കൂടി ഞങ്ങൾ ഇവിടുത്തെ പരാക്രമം കാണിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, ആൾക്ക് എടുക്കണം, ആമിക്ക് കുടുവിനെ എടുക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ പൊങ്ങില്ലല്ലോ. അതുപോലെ കുടു നിൽക്കാറൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനത്തെ കുറച്ച് സമയം പിടിച്ചൊക്കെ കൊടുത്തു. കുടു ആൾ മോശമൊന്നുമല്ല കേട്ടോ. അവളും മറ്റുള്ള പിടിച്ച് വലിക്കുകയും തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. അപ്പോൾ അത് കാരണം കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ നിന്നു. ജസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെയൊന്നും ഇതിനകത്ത് വിളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കറങ്ങി, നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്ന് ബോട്ട് കറക്കണമല്ലോ. അങ്ങനെ അത്രേ ആയിട്ടുള്ളൂ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാർട്ടി എന്തായാലും വെക്കുന്നുണ്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സായിട്ട്. അപ്പോൾ അമ്പലത്തിൽ വന്നിട്ട് അടുത്തിട്ടുണ്ട്. അവിടെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നത്. അതിനകത്ത് ഫുഡ് കഴിക്കുകയാണ്. ചിക്കനും കക്കാർച്ചിയും മോരും അങ്ങനെ വിപുല സമൃദ്ധമായിട്ടുള്ള ഫുഡായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഹരിയാന ഉണ്ണിച്ചേട്ടനൊക്കെ ആയിട്ട് ബോട്ട് എടുത്തിട്ട് അവരുടെ പാർട്ടിക്ക് പോയി ഗൈസ്. ഞങ്ങളെ കൊണ്ടുപോയില്ല. അവർ അവരുടേതായ സന്തോഷം അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവർ അടിച്ച് പൊളിക്കുകയാണ്. ഒരു പാട്ടൊക്കെ പാടി ഒരു ചെറുതൊക്കെ അടിച്ചിട്ട് അവർ ആഘോഷിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.